നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്ന അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എന്താണ്? അതേപോലെ തന്നെ ഈ ഒരു സമയം യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ലഭിക്കാനായിട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 9 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 3 of swords, 6 of cups, 6 of wands, സണ്ണിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 4 of cups, wheel of fortune, ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. 5 of swords, 2 of cups, 4 of swords, page of wands, പേജ് ഓഫ് സോഡ്സ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ വളരെ കാലമായിട്ട് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ സഫലമാവാനായിട്ട് പോകുന്ന ഒരു വലിയ ശുഭസൂചനയാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കിപ്പോഴുള്ള സമയം ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണ്. അതിലൂടെ വലിയൊരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഏറെ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയോ വീടോ യാത്രയോ അല്ലെങ്കിൽ വിവാഹമോ അത്തരത്തിൽ നിങ്ങളുടെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഈ ഒരു സമയം ഫലം കാണും എന്നുള്ളതാണ് കാണുന്നത്. അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ അനുഭവിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ ബന്ധങ്ങളിൽ നിന്ന് വളരെയധികം മാനസിക വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും. ഒരുപക്ഷെ നിങ്ങളെ ജീവനേക്കാൾ കൂടുതൽ വിശ്വസിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് വലിയൊരു വഞ്ചന നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിർത്തിയിരുന്ന ചില ആളുകളിൽ നിന്ന് വലിയൊരു ചതിയോ അല്ലെങ്കിൽ അവർ പിന്നിൽ നിന്നും നിങ്ങളെ കുത്തിയതായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ പലർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുമൂലം വലിയൊരു മാനസിക തകർച്ച നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ആ ഒരു തകർച്ച ഒരു ഉണങ്ങാത്ത മുറിവ് പോലെ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടായിരിക്കാം. മറക്കാനോ ക്ഷമിക്കാനോ കഴിയാത്ത തരത്തിൽ അത് നിങ്ങളുടെ മനസ്സിൽ കിടന്ന് വേദനിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അത്തരം വേദനകൾ ഇനിയും ഉള്ളിലൊതുക്കി മുന്നോട്ട് പോയാൽ അത് ഭാവിയിൽ വലിയ മാനസിക ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ നയിക്കാം. അതിനാൽ ആ ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളുക. എന്നിട്ട് അതിനെ മനസ്സിൽ നിന്നും എന്നേക്കുമായിട്ട് വിട്ട് കളയുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ സ്വയം സുഖപ്പെടാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഇവിടെ നിങ്ങളുടെ കുട്ടിക്കാലത്തെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികളെയൊക്കെ അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടാനും അതിലൂടെ പഴയ ഓർമ്മകളിലേക്ക് പോവാനും മനസ്സിൽ സന്തോഷവും സമാധാനവുമൊക്കെ നിറയ്ക്കാനുള്ള അവസരങ്ങളും പ്രപഞ്ചം ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വലിയൊരു വിജയമോ അംഗീകാരമോ ഒക്കെ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് പരിഹസിച്ചവരുടെ കുറ്റപ്പെടുത്തിയവരുടെയൊക്കെ മുന്നിൽ വിജയിയായിട്ട് നിൽക്കാനുള്ള, നിങ്ങളെ തള്ളിക്കളഞ്ഞവർ തന്നെ നിങ്ങളെ അംഗീകരിക്കുന്നൊക്കെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്ന കഠിനമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറി ഒരു പ്രകാശം കടന്നു വരുന്ന ഒരു സമയമാണിത്. ഇപ്പോൾ പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് നിങ്ങൾ കുറേ കാലമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള ഒരു മുക്തി ഈ ഒരു സമയം നിങ്ങൾക്ക് കൈവരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ എന്തെങ്കിലും പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുന്നതാണ്. കൂടാതെ ജീവിതത്തോട് ഒരു മടിപ്പും വിരസതയും താല്പര്യക്കുറവുമൊക്കെ ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും നേരിടുന്ന ഒരു എനർജി കാണുന്നുണ്ട്.
ചിലപ്പോൾ മുൻപ് നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ച എന്തെങ്കിലും നഷ്ടമോ അല്ലെങ്കിൽ പരാജയമോ ഒക്കെ ആയിരിക്കാം ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണം. ഇവിടെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ പല വിധത്തിലുമുള്ള അവസരങ്ങളും കൊണ്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനെയൊന്നും അറിയാനായിട്ട് ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചിന്തകളിൽ മാത്രം മുഴുകിയിരിക്കാനായിരിക്കാം ശ്രമിക്കുന്നത്. കാരണം പഴയ തകർച്ചയുടെ ആ ഒരു ഭയം ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ വീണ്ടും ആവർത്തിക്കുമോ എന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളിലെ അത്തരം ഭയത്തിൽ നിന്നും ചിന്തകളിൽ നിന്നുമൊക്കെ നിങ്ങൾ പുറത്തു വന്ന് നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങളെയൊക്കെ നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക, കണ്ണു തുറന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്ന്. കൂടാതെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിലവിലെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ ഈ ഒരു സമയം ഒരു വിശ്രമം എടുക്കുന്നത് വളരെ നല്ലതാണെന്ന്. കാരണം കടുത്ത ജോലി തിരക്കുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളോ ഒക്കെ നിങ്ങളെ വല്ലാതെ മാനസികമായിട്ട് സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന എവിടേക്കെങ്കിലും യാത്ര പോകുന്നതോ ധ്യാനിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ ഒക്കെ നിങ്ങളിലെ അനാവശ്യമായ ചിന്തകളെയൊക്കെ ഇല്ലാതാക്കാനും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഊർജ്ജത്തെ വീണ്ടെടുക്കാനുമൊക്കെ സഹായിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ ഒരു സമയം ഒരു വിശ്രമം എടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയുന്ന വ്യക്തികൾ സൗഹൃദത്തിലൂടെയോ പ്രണയത്തിലൂടെയോ ഒക്കെ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇവിടെ ബന്ധങ്ങളിലെ അകൽച്ചകളൊക്കെ മാറി പരസ്പര പിന്തുണയും സ്നേഹവും വിശ്വാസവുമൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണിത്. കൂടാതെ നിങ്ങൾക്കിപ്പോൾ ഭാഗ്യത്തിൻ്റെ ഒരു സമയമാണ്. നിങ്ങളുടെ കണ്ണീരിനും സങ്കടങ്ങൾക്കുമൊക്കെ പകരമായിട്ട് പ്രപഞ്ചം തരുന്ന നല്ലൊരു സമ്മാനമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ശ്രമവും കൂടാതെ തന്നെ അവയൊക്കെ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവിടെ പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മോശം കാര്യങ്ങളെല്ലാം നിങ്ങളെ കൂടുതൽ ശക്തനാക്കാൻ വേണ്ടി ദൈവം നൽകിയ പരീക്ഷണങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുക. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഈ ഒരു സമയമെന്ന് പറയുന്നത് വളരെ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ദൈവാനുഗ്രഹം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. കൂടാതെ നിങ്ങളുടെ ഉള്ളിൽ പുതിയ ആശയങ്ങളും ലക്ഷ്യങ്ങളും പുതിയതായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആവേശവും താല്പര്യവുമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണിത്. അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ വന്നാൽ അതിൽ പോയി അനാവശ്യമായിട്ട് ഇടപെടാതെ ബോധപൂർവം മാറി നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാത്ത, നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് തയ്യാറാവാത്ത ആളുകളോട് വാദിച്ചാൽ അവിടെ നിങ്ങളുടെ സമാധാനം പോകുമെന്നല്ലാതെ അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ സമാധാനം നിലനിർത്താൻ വേണ്ടി അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ബോധപൂർവം ഒഴിഞ്ഞു മാറി നിൽക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്ന അനുഗ്രഹങ്ങളും അവസരങ്ങളുമൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. അവയെ കാണാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി എല്ലാ ദിവസവും കുറച്ച് സമയം ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ ഒക്കെ വേണ്ടി മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ നല്ല കാര്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ സന്തോഷങ്ങൾക്ക് പോലും പ്രപഞ്ചത്തോട് നന്ദിയുള്ളവരായിരിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.